അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ലോക സൃഷ്ടാവിൻ്റെ അനുഗ്രഹത്താൽ മുത്തൂർ മജ്ലിസിൻ്റെ ഒരു ദിന സിയാറത്ത് യാത്ര ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി പന്തലായനി കൊല്ലത്തെ കടൽ തിരമാലകൾ തലോടുന്ന പാറക്കുന്നിന് മുകളിലുള്ള പ്രസിദ്ധമായ പാറപ്പള്ളിയിൽ ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഈ പള്ളിക്ക് പാറപ്പള്ളി എന്ന് പേര് വരാൻ കാരണം വലിയൊരു പാറയുടെ മുകളിലാണ് ഈ പള്ളി പണിതിട്ടുള്ളത്. പ്രധാന പള്ളിയുടെ മുറ്റത്ത് പാറയിൽ ഒരു ഇടത് കാലടയാളം പതിഞ്ഞിട്ടുണ്ട്. ആ ഭാഗം ഇപ്പോൾ ചില്ലുവെച്ച് ഫ്രെയിം ചെയ്തിരിക്കുന്നു. അത് ആദം നബി അലൈഹിസ്സലാം മഹാൻ അവറുകളുടേതാണെന്നാണ് വിശ്വാസം. അതുപോലെ ഇതേ വലുപ്പത്തിലുള്ള വലതുകാലിൻ്റെ അടയാളം വടകരക്കടുത്തുള്ള വെള്ളിയാംകല്ല് എന്ന സ്ഥലത്തുണ്ട്. വെള്ളിയാംകല്ല് കടലിലാണ്. പാറകളും ഗുഹകളും നിറഞ്ഞ ഉയർന്ന സ്ഥലമാണ്. പാറപ്പള്ളിയുടെ കുന്നിന് മുകളിൽ അത്ഭുതങ്ങൾ ഏറെയാണ്. പടുത്തുയർത്തിയ 14ഓളം മക്ബറകൾ, ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൻ്റേതെന്ന് പറയപ്പെടുന്ന മഖാം പ്രധാന കെട്ടിടത്തിനകത്താണ്. മാലിക് ദിനാറും കൂട്ടരും വിശ്രമിച്ച സ്ഥലം, ഔലിയ പള്ളി, ഹിലർ പള്ളി, വാസ്കോഡി ഗാമ സാമൂതിരിയോട് സമ്മതം ചോദിച്ച് കപ്പൽ വന്നിറങ്ങിയ സ്ഥലം, ഔലിയ കിണർ, ഔലിയ പള്ളിയുടെ താഴെയുള്ള ഒരു പാറപ്പൊത്തിൽ നിന്ന് ഉറവ പൊട്ടിയൊഴുകുന്ന വെള്ളം ഏത് കാലാവസ്ഥയിലും ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കടൽ തീരത്തായിട്ടും ഉപ്പുരസമില്ല. ഈ വെള്ളം രോഗമുക്തിക്കും പൈശാചിക രോഗത്തിനും മറ്റും ഉപയോഗിക്കുന്നു. ഔലിയാക്കളുടെ സംഗമഭൂമി എന്നറിയപ്പെടുന്നു. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഈ മണ്ണിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബദരീങ്ങളുടെയും മഹാന്മാരുടെയും താബീങ്ങളുടെയും ദർജ വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. ആമീൻ. ഇവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് ഈ യാത്രയിൽ പങ്കെടുത്ത ഏവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഫാത്ത് മുസീബത്തുകളെ തൊട്ടും മാരക രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും നമ്മെയും കുടുംബങ്ങളെയും കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. മക്കളില്ലാത്തവർക്ക് സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ തൊട്ടും വീടില്ലാത്തവർക്ക് നല്ല ബർക്കത്തുള്ള വീടും ജോലിയില്ലാത്തവർക്ക് ഹൈറായ ജോലിയും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ. പൈശാചികമായ മാനസികമായ എല്ലാ പ്രയാസങ്ങളെ തൊട്ടും റബ്ബ് സുബ്ഹാനഹു വ തആല കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ.